അപ്പൊ എന്താ വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖായിരിക്കുന്നു, ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു. വീണ, ഈ 2 വർഷത്തെ ജേർണി ഇന്നലെ പറഞ്ഞല്ലോ, അതൊരു തുടങ്ങിയത് ഒരു മീൻകറി ആയിട്ടില്ലേ? ഇന്നും നീ മീൻകറിയല്ലേ ചെയ്യാൻ പോകും? അപ്പൊ ഇതിന് ഒരു മീൻകറിയിൽ നിന്ന് മീൻകറിയിലേക്കുള്ള യാത്ര, മീൻകറിയിൽ നിന്ന് മീൻകറിയിലേക്കുള്ള യാത്രയായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാല്ലേ? തൃശ്ശൂർ മീൻകറി, നമ്മുടെ സ്വന്തം മീൻകറി. നിങ്ങൾ ഇതെന്താ ചേച്ചി വീണ്ടും തൃശ്ശൂർ മീൻകറി ആയിട്ട് വന്നേക്കുന്നത്? കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ മീൻകറി. അപ്പൊ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ 100% ഉറപ്പുള്ളതാണ്, എനിക്ക് 100% ഉറപ്പുള്ളതാണ് ഞാൻ അതിൽ എന്റെ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. പക്ഷെ എങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞ് എനിക്ക് റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് വൈസ് അല്ല, ബട്ട് അത് പിരിയുന്നു എന്ന് പറഞ്ഞൊരു നാളികേര പാല് പിരിയുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പല വീഡിയോയിലും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണ് അതിന്റെ പ്രോബ്ലംസ് എന്നുള്ള കാര്യം. എന്നിട്ട് പോലും ബാച്ചിലേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു ഈസി മെത്തേഡ്, ഇപ്പൊ ജാന്റെ അമ്മ ചെയ്യുന്ന റെസിപ്പിയില്ലേ, അതായത് സെയിം റെസിപ്പി തന്നെ ലാസ്റ്റ് ആണ് നമ്മൾ കുറച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു റെസിപ്പി കിട്ടുന്നത് ഇവിടെ ഇതിനുള്ളിൽ കൂടെ പണിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്താ പറയാ, ആ ഒരു റെസിപ്പി നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ 100% ഒക്കെ ആയിരിക്കും, പാല് തിരിയുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം സെക്കൻഡ് ആനിവേഴ്സറി, അതായത് സെക്കൻഡ് ആനിവേഴ്സറി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യത്തെ മീൻകറി ഇട്ടത് November 3 ആദ്യത്തെ മീൻകറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ വീണ്ടും ഞാൻ തൃശ്ശൂർ മീൻകറി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത മീൻകറി ആണെങ്കിലും ട്രൈ ചെയ്യാൻ മാത്രമല്ല, പഴയ നമ്മുടെ പാവം തൃശ്ശൂർ മീൻകറി ഉണ്ട് ആദ്യമായി തുടങ്ങിയത്, അതൊന്ന് കാണാൻ മറക്കരുത്. കാരണം അപ്പോഴാണ് കാണുന്നുണ്ട്, അപ്പോഴാണ് അതെ ഫുള്ളായി കാണണമെങ്കിൽ പഴയ വീഡിയോ പോയി കാണണം. അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എത്രമാത്രം. അപ്പൊ നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ വേറെ കാര്യം, ഞാൻ പഴയ വീഡിയോസിൽ ഇപ്പൊ 227ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡുകൾ പലതും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കാണാൻ മറക്കരുത്. അതില് എനിക്ക് പ്രിയപ്പെട്ട ഒരു റെസിപ്പി ഉണ്ട്, അതായത് ചിക്കൻ പോപ്സ്. ചിക്കൻ ബോക്സ് അല്ലാട്ടാ, ചിക്കൻ ബോക്സ് അല്ലാട്ടാ, നിങ്ങൾ ചിക്കൻ ബോക്സ് ഒന്നും കേൾക്കല്ലേ ചങ്ങാതിമാരെ, ചിക്കൻ പോപ്സ്, POPS. അപ്പൊ ആ റെസിപ്പി എന്റെ മോനും എന്റെ കുട്ടികൾക്ക് ഭയങ്കര കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വ്യൂസ് കുറവാണ്, ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ചിക്കന്റെ റെസിപ്പീസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടാൻ തീർച്ചയായിട്ടും. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ കാണാൻ മറക്കരുത്. ഈ റെസിപ്പീസ് മാത്രമല്ല ഒരുപാട് റെസിപ്പീസ് ഉണ്ട് നമ്മുടെ പഴയ വീഡിയോസിൽ. അപ്പൊ അതെല്ലാം സമയം കിട്ടുകയാണെങ്കിൽ പതുക്കെ ഇരുന്ന് കാണുക, അതിൽ ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം എന്നോട് റിവ്യൂ പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഒട്ടും താമസിക്കാണ്ട് എങ്ങനെയാണ് നമുക്ക് തൃശ്ശൂർ മീൻകറി പുതിയ രീതിയിൽ ചെയ്യാൻ നോക്കാം, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ. അപ്പൊ ഞങ്ങൾ പണി നടക്കട്ടെ. ഞങ്ങളൊരു പുതിയ ഒരു കബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂർ മീൻകറി ഈസി വേയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമ്മൾ എന്തിലാണോ മീൻകറി വെക്കാൻ പോകുന്നത്, കലമാണെങ്കിൽ കലം, അതല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കടായി വെക്കുക അടുപ്പത്ത്. അതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഒരു 4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായി ചതച്ചത്. ചതച്ചിട്ടില്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചതച്ചിടാനാണ്. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നത് ചതച്ചിടുമ്പോഴാണ്. അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരുപാട് കൂടാൻ പാടില്ല, ഇഞ്ചി കൂടിക്കഴിഞ്ഞാൽ ഒരു കുത്ത് വരും നമ്മുടെ മീൻകറിക്ക്. ഓക്കെ, ഇതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില മുറിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മീൻകറിയുടെ അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര ഇടണ്ട. പിന്നെ ഇടുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇടുന്നത് ഒരു നിർബന്ധമില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ പൊടികൾ. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പുളി
ഒരു പുളിയാണ്, ഒരു കഷ്ണം പുളി ഞാൻ 3ആയിട്ട് മുറിച്ചിരിക്കുന്നതാണ്. ഒരുപാട് പുളിയൊന്നും വേണ്ട. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ്, നല്ല പുളിയാണ്. ചിലർ പറയാറുണ്ട് ഈ ചില കുടംപുളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻകറിക്ക് കയ്പ്പ് രസം വരുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചില പുളികൾ ഒട്ടും നല്ലതല്ല, അതായത് അവർ ഉണക്കുന്ന രീതിയൊന്നും ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി. കുടംപുളിയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ മീൻകറിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് നന്നായി കഴുകി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം, ഈ പൊടികളെല്ലാം കൂടിയിട്ട്. നമ്മൾ ഇത്രയും എളുപ്പമുള്ള മീൻകറി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മീൻകറി ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ചില ബാച്ചിലേഴ്സിന് ഇതുപോലെ പിരിയണമെന്ന് പറഞ്ഞ പ്രശ്നം വന്ന കാര്യം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ബ്ലോഗിൻ്റെ 2nd ആനിവേഴ്സറി ആണ്. അപ്പോൾ എൻ്റെ തുടക്കം തന്നെ മീൻകറിയിലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഈസി വേയിൽ നിങ്ങൾക്ക് ഒട്ടും പരാജയപ്പെടാത്ത എപ്പോഴും സക്സസ് ആയിരിക്കാൻ പറ്റുന്ന ഒരു മീൻകറി, ഈ മീൻകറിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസിപ്പി തന്നെ ഞാൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡി ആയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി, അതായത് തീ കത്തിച്ചാൽ മതി. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നും അല്ല, കാരണം നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന്, ഈ ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കും, കാരണം ഞാൻ മീൻ കഴിക്കാത്ത കാരണം ഉപ്പും ഒക്കെ ഉണ്ടോ ഞാൻ നോക്കട്ടെ. പുളിയുടെ കാര്യം അറിയാൻ പറ്റില്ല. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്, അതായത് കിങ് ഫിഷ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കിലോൻ്റെ കണക്ക് കേട്ടോ. ചിലർ ഇത് എന്താ പറയുക തിളച്ചതിന് ശേഷമാണ് ഇടുന്നത്. ഞാൻ പക്ഷേ മീനും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് എൻ്റെ വീട്ടിൽ ജാൻ്റെ അമ്മയൊക്കെ ചെയ്യാറ്. വേണമെന്നുണ്ടെങ്കിൽ 1 കഷ്ണം വെളുത്തുള്ളി ആണെങ്കിൽ മുറിച്ചിട്ട് കൊടുത്തോളൂ. പക്ഷെ ഞാനിവിടെ തൃശ്ശൂർ മീൻകറിയിൽ ഒരിക്കലും വെളുത്തുള്ളി ഇടാറില്ല. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം, മീഡിയം ഫ്ലെയിമിലിടുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. അതായത് ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈമ്പാൽ ഒഴിച്ചു കൊടുക്കും. അതായത് നമ്മൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയിരുന്ന മീൻകറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാലും എല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മൾ മീൻ വെച്ചിരുന്നത്. പക്ഷേ ഇത് അവസാനമാണ് നമ്മൾ നാളികേരപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പിരിയുന്ന പ്രശ്നം ഉദിക്കുന്നതേ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വെക്കുക, എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ മീൻകറിക്ക് തലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തല വരുമ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ച് കൊടുത്തോളൂ. ഇതിന് സ്പൂൺ ഇടാൻ പാടില്ല, എപ്പോഴും ചുറ്റിക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെക്കുക, എന്നിട്ട് വേവിക്കുക. എന്നിട്ട് വെന്തൂന്നൊക്കെ ഏകദേശം ഒന്ന് വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ചിലർക്ക് ഒരുപാട് മീൻ ഉടയുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ രീതിയിൽ വെക്കുന്നതാണ് ഇഷ്ടം. എന്നാലാണ് മീനിൽ ആ പുളിയൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞാൽ. പിന്നെ ചിലർ പറയും ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കഷ്ണം കല്ല് പോലെയാവുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെച്ചിട്ട് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് പകരം മാറ്റി നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. പക്ഷേ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് നമുക്കിനി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കാം. നമ്മുടെ മീൻകറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ചാറൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ഇത് ഒരുപാട് സമയം ഒന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്നാവുന്ന ഒരു കറിയാണ്. ഇത്രയും പാവപ്പെട്ട ഒരു കറിയിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല, കാരണം അതിനെ കൊണ്ട് വല്ല ശല്യമുണ്ട് നിങ്ങൾക്ക്. നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക, അടച്ചു വെച്ച് വേവിക്കുക, അവസാനം നാളികേരപ്പാൽ ഒഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കാച്ചി ഒഴിക്കുക. വേറെ ഒരു പണി മീൻ കറീനെ സംബന്ധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ചിലർ പറയാറുണ്ട് ചേച്ചിക്ക് മുളകും കൈ കൊണ്ട് ഞരടുമ്പോൾ ഭയങ്കരമായിട്ട് കൈ നീറുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു മിക്സിങ് വരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊന്ന് ചാറ് പറ്റട്ടെ. പിന്നെ നിങ്ങൾക്ക് ചാറ് എത്ര വേണമെന്നനുസരിച്ച് ഇരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് ചാറ് വേണ്ട, എന്നാലും അത്യാവശ്യം ചാറ് വേണം. കാരണം തൃശ്ശൂർ മീൻകറി ആകുമ്പോൾ ചാറുണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സംഭവമാണിത്. ബാച്ചിലേഴ്സിനൊക്കെ പിന്നെ ടെൻഷൻ മാറിയല്ലോ. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് മാത്രമല്ല കേട്ടോ, പുതിയതായിട്ട് മീൻകറി വയ്ക്കുന്ന കുറേ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഇതേപോലെ പിരിഞ്ഞു പോകുന്ന കാര്യം. അത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നാളികേരത്തിൻ്റെ കുഴപ്പമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നാളികേരത്തിന് തണുപ്പോട് കൂടി നിങ്ങൾ പിരിയുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ചിലപ്പോൾ ഈ ബാച്ചിലേഴ്സിനൊക്കെ ഓവനൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുക നമ്മുടെ നാളികേരം എടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഫ്രീസറിൽ നിന്ന് എടുത്ത നാളികേരത്തിന്റെ തണുപ്പൊക്കെ മാറി നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിട്ടുണ്ടാവും. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസല് നാളികേരപ്പാൽ നമുക്ക് കിട്ടും. ഞാൻ എപ്പോഴും പക്ഷേ ഓവനിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എടുക്കാറ്, ചൂടുവെള്ളം ഒഴിക്കാറില്ല. എങ്ങനെയാണെങ്കിലും നാളികേരപ്പാൽ എടുക്കുമ്പോൾ
തണുപ്പുണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എൻ്റെ അപ്പുറത്ത് അടുപ്പിൽ മത്തങ്ങ പരിപ്പ് എരിശ്ശേരി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയാണ് വിസിൽ. അപ്പോൾ ഒന്നും കൂടെ ആവട്ടെ കേട്ടോ. ഒന്നും കൂടെ ആയിട്ട് നമുക്ക് കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കും. ഞാൻ ആദ്യത്തെ വീഡിയോ തൃശ്ശൂർ മീൻകറി ചെയ്യുമ്പോൾ പേടിച്ചിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് അതിൽ ഫേസ് ചെയ്തതെന്ന്. കാരണം കൈയും കാലൊക്കെ വിറയ്ക്കുന്നു, പല്ല് കൂട്ടിയിരിക്കുന്നു, ആ പാട് ടെൻഷനായിരുന്നു. കാരണം അന്നെന്ന് വെച്ചാൽ ഞാൻ വർത്താനില്ല, ജസ്റ്റ് റെസിപ്പി പറയാം, അത് നല്ല ക്ലിയർ ആയിട്ട് മുളക് പൊടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ സ്ലാങ് പോലും ഞാൻ വരുത്തണ്ടെന്ന് വിചാരിച്ചു, തൃശ്ശൂർ സ്ലാങ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ആദ്യത്തെയൊക്കെ 2-3 വീഡിയോ. പിന്നെ അതിനുശേഷം നമ്മുടെ തനി സ്വരൂപം പുറത്തു വന്നു അല്ലേ. പിന്നെ കത്തി വയ്ക്കാൻ തുടങ്ങി, വാചകടിക്കാൻ തുടങ്ങി, ലോങ് ആയി വീഡിയോ. ആദ്യത്തെ വീഡിയോസൊക്കെ എപ്പോഴും ചെറുതായിരുന്നു, 5 മിനിറ്റ് 10 മിനിറ്റ് 8 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോസ്. പിന്നെ എല്ലാവരും പറഞ്ഞു ചേച്ചി കുറച്ചും കൂടെ ലെങ്ത് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസിൻ്റെ ലെങ്ത് കൂട്ടിയത്. എന്താ പറയുക, ആദ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പലരും പറയാറുണ്ട് ആദ്യത്തെ വീഡിയോ എന്തിനാ വെച്ചേക്കുന്നത്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൂടിയെന്ന്. എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യം? കാരണം നമുക്ക് എപ്പോഴും അറിയണം നമ്മൾ വന്ന വഴി ഏതാണെന്ന് അല്ലേ. അപ്പോഴല്ലേ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ തുടക്കം അറിയാൻ പറ്റുള്ളൂ. അവിടെ കിടന്നോട്ടെ, അതിന് എനിക്കറിയാം അത് നല്ല വീഡിയോ ഒന്നും അല്ല, ക്വാളിറ്റി കുറവാണ്, എല്ലാം കൊണ്ടും മോശമായൊരു വീഡിയോ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ ഏറ്റവും പ്രിഷ്യസ് ആയൊരു വീഡിയോ. കാരണം അതാണ് എൻ്റെ ചവിട്ടുപടി. തുടങ്ങാനൊരു തൃശ്ശൂർ മീൻകറി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വെച്ചുകൊണ്ടിരുന്ന ഒരു മീൻകറിയാണ്, അമ്മയുടെ മാസ്റ്റർ പീസാണ്. ഒരു തെറ്റ് വരാനില്ല, കാരണം അത്രയും എളുപ്പമാണ്, അത്രയും നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെതായ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കറി ഏറ്റവും ബെസ്റ്റ് കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒരിക്കലും റിമൂവ് ചെയ്യില്ല. എൻ്റെ ഒരു വീഡിയോ ഞാൻ റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര മോശമായ വീഡിയോ ആണെങ്കിലും, അതായത് എത്ര ടെക്നിക്കൽ വൈസ് ആയിട്ട് എത്ര മോശമായ വീഡിയോ ആണെങ്കിലും അവിടെ തന്നെ ഇരുന്നോട്ടെ അല്ലേ. നമുക്ക് ഇനിയും വീഡിയോസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മീൻകറി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിക്കോളൂ. എന്തെങ്കിലും കുറവാണെങ്കിൽ ഉപ്പൊക്കെ കുറവെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-2 മുളക് കീറി വെച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകണം ഞാൻ ഇതിലോട്ട്. എൻ്റെ അമ്മ അങ്ങനെയാണ്, അതായത് മീൻകറി 3/4 ഭാഗം ആയിക്കഴിഞ്ഞാൽ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കും. ഒരു പ്രത്യേക നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ മീൻകറിക്ക്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിലൊക്കെ നല്ല തേങ്ങ കിട്ടുകയാണെങ്കിൽ അര മുറി തേങ്ങ മതിയാവും. ഇവിടുത്തെ തേങ്ങ അറിയാമല്ലോ, അത്ര നല്ല തേങ്ങയൊന്നും അല്ല ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് പാലിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ട് 1 തേങ്ങയിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല്. ഓക്കെ, ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചി ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കാണ് ഈ മീൻ കറിയിലേക്കെല്ലാം പിടിക്കുള്ളൂ. കാരണം അവസാനമാണ് നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചിരിക്കുന്നത് അല്ലേ. നാളികേരപ്പാൽ കിടന്നിട്ടല്ല ഈ മീൻ വെന്തിരിക്കുന്നത്. നന്നായി അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ഇതിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ രാവിലേക്ക് അടിപൊളിയായിരിക്കും അല്ലേ. എന്തായാലും ഇത് നമുക്ക് ഇനി തിളപ്പിക്കാൻ പാടില്ല, കാരണം നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നന്നായി അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ചെറിയ തീയിലിട്ടതിന് ശേഷം, എൻ്റെ ഇവിടുത്തെ ഫ്ലെയിം കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് തിള വരുന്നതാണ്. പക്ഷെ നിങ്ങളെപ്പോഴും തീ കുറയ്ക്കുക. മീഡിയം തീയിലിട്ടതിന് ശേഷം ഒന്ന് ചൂടായാൽ മാത്രം മതി നാളികേരപ്പാൽ. അതിന് ശേഷം നമുക്കിതങ്ങ് എടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നോളും. അതിനൊന്ന് ഇച്ചിരി സമയം കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ രുചി നോക്കുക. അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഇനി പിരിയില്ല അതൊരിക്കലും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പുളി കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആദ്യം കുറച്ച് നേരം സോക്ക് ചെയ്തിടുക. അതിന് ശേഷം അത് കഴുകി 1/4 ഗ്ലാസ് വെള്ളത്തിൽ അപ്പുറത്തെ അടുപ്പിൽ ഒരു പാത്രത്തിൽ നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. എന്നിട്ട് തിളച്ചതിന് ശേഷം ആ പുളിയും കൂടി ഇങ്ങോട്ട് മീൻകറിയിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുളി നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചോളൂ. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് പുളി ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് പുളി പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് പുളി തിളപ്പിച്ചതിന് ശേഷം പുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, പുളി കുറവാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ചിലർ പറയാറുണ്ട് എൻ്റെ അടുത്ത്, മീൻകറി വെച്ച സമയത്ത് നല്ല കറക്റ്റ് പുളിയായിരുന്നു, പക്ഷെ അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് രാവിലെ വെച്ച മീൻകറി വൈകുന്നേരം കഴിയുമ്പോഴേക്കും ഒരുപാട് അങ്ങ് പുളി കൂടിപ്പോയി എന്ന് പറയുന്ന ഒരുപാട് പേരെ കംപ്ലൈൻറ്റ് എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുളി കറക്റ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുളി എടുത്ത് മാറ്റിക്കോളൂ. മനസ്സിലായല്ലോ. പിന്നെ ഇതിൽ പുളി ഇടണ്ട. കാരണം പുളി ഇരിക്കും തോറും, പുളി കറിയിൽ ഇരിക്കും തോറും പുളിയിൽ നിന്ന് പുളി ഇറങ്ങിയതിന് ശേഷം കറിയിലൊക്കെ നല്ലോണം പുളി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഈ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും അതായത് ഞാൻ ചെറിയ 3 പീസ് പുളിയാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു വലിയ കഷ്ണം പുളിയെ 3 പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് പുളിയാണിത്. പക്ഷെ ചിലവർക്ക് നല്ല പുളിയുള്ള മീൻകറിയാണ് ഇഷ്ടം. ഓരോരുത്തരുടെ ടേസ്റ്റും വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇത് മതി. നമ്മുടെ മീൻകറി അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കളറായിട്ടില്ല, അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തിട്ടും ഇങ്ങനെ കുഞ്ഞു തളകൾ വന്നിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് കാച്ചി ഒഴിച്ച് അടച്ചു വെക്കുക. ഓക്കെ, അടച്ചു വെക്കാന്ന് വെച്ചാൽ കംപ്ലീറ്റ് അങ്ങ് അടച്ചു വെക്കാൻ പാടില്ല. അതായത് ചെറുതായിട്ട് അങ്ങ് ആവി പോണ രീതിയിലൊന്ന് അടച്ചു വെക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് കംപ്ലീറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം ഒന്ന് അല്പം തുറന്ന് വെക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളം മീൻകറിയിലോട്ട് ഇറങ്ങി ഒരുപാട് അങ്ങ് വെള്ളം ഇതിലോട്ട് വരും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടപ്പിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കാച്ചി ഒഴിക്കുക. മീൻകറി കാച്ചി ഒഴിക്കാൻ വേണ്ടി കണ്ടിട്ട് ഒരു സോസ് പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ മീൻകറിയൊക്കെ എപ്പോഴും കാച്ചുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് നാടൻ കറി ആയതുകൊണ്ട്. ഇത് നന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചെറുതാക്കി കട്ട് ചെയ്തിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 4 ചെറിയുള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, മീൻകറിയിൽ എരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. മീൻകറിയിൽ എരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും സെയിം തന്നെ ഒരു സോസ് പാനിലോട്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചെറുതീയിൽ ഇട്ടതിന് ശേഷം ആ പച്ചമണം മാറുന്ന വരെ ചൂടാക്കിയതിന് ശേഷം ആ മീൻകറിയിൽ അങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും പച്ചപ്പൊടി, അതായത് വറക്കാതെ ഒരിക്കലും മീൻകറിയിൽ ഡയറക്റ്റായിട്ട് മുളക് പൊടി ഇട്ട് കളയരുത്. ഡയറക്റ്റായിട്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ മീൻകറിക്ക് ഒരു പച്ച മുളക് പൊടിയുടെ ചൊവ കാണും, ടേസ്റ്റും മാറും കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് മുളക് പൊടി കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഉള്ളി കാച്ചില്ലേ, ഉള്ളി കാച്ചുന്നതിൽ കൂടെ അവസാനം ആകുമ്പോൾ മുളക് പൊടി എത്ര വേണം എന്ന് വെച്ചാൽ ഇതിൽ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും മതിയാവും. ഓക്കെ, ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ. അങ്ങനെ നമ്മുടെ CurryWorld 2 വർഷമാണ് തികച്ചിരിക്കുന്നത്. പക്ഷേ 2 വർഷം കൊണ്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് നല്ല 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 ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നിങ്ങളെ സപ്പോർട്ടും 2 വർഷത്തിനുള്ളിൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആയി എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ദിനചര്യ മാറി, എൻ്റെ പ്രയോറിറ്റീസ് മാറി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതേസമയം ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊരു പോയിന്റ് തന്നെയാണ്, എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോൾ സമയത്തിന് ഒരുപാട് വിലയുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർത്തമാനം പറയുക, ഫോണിൽ വിളിച്ചിട്ട് കത്തി വയ്ക്കുക, ആരോടെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ദിവസങ്ങൾ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും എനിക്ക് വാല്യൂബിൾ ആണ്. അപ്പോൾ ഒന്ന് ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. ഉള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ മീൻകറിയിൽ ഒഴിച്ചു കൊടുക്കുക. ചാറെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക, തിരിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് അങ്ങനെ തന്നെ 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ കളവെന്ന് പറയും നമ്മളെ മീൻകറിക്ക്. ഇതേ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ചുറ്റിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ചെറിയുള്ളിലേക്ക് എത്തട്ടെ. അപ്പോഴാണ് ആ ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ചാറെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കഷ്ണങ്ങളൊന്നും ഉടയാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇങ്ങനെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി പീസി ബാച്ചിലേഴ്സ് തൃശ്ശൂർ മീൻകറി. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഞാൻ പറയും ഇങ്ങനെ അടച്ചു വെക്കണം. അതായത് കുറച്ച് ആവി പോകണം. അതേസമയം ഒരുപാട് ഫുള്ളായിട്ട് അടച്ചു വെക്കാനും പാടില്ല. അപ്പം അടച്ചു വെക്കുക. രാവിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഒരു 12 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം ഈ പെർട്ടിക്കുലർ മീൻകറി എടുക്കാനാണ്. കാരണം നമ്മൾ അവസാനമാണ് നാളികേരപ്പാൽ ചേർത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ മീൻകറി ഞാൻ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഞാനിതിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാക്കിയതിന് ശേഷം എടുത്ത് ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കും. അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മീൻകറി സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. മീൻകറി ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാതെ ഈ കലത്തിൽ തന്നെ ചൂടാക്കി ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് മീൻകറിയുടെ ടേസ്റ്റ്, പ്രത്യേകിച്ച് ഒരു ദിവസം കഴിയുമ്പോഴാണ് മീൻകറിയുടെ ടേസ്റ്റ് വർദ്ധിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെയാണെങ്കിലും കേടാവില്ല എന്തായാലും, അത് ഞാൻ ഗ്യാരണ്ടി. ചിലർ ചോദിക്കുന്ന നാളികേരപ്പാൽ ഒഴിച്ച് കാരണം കേടാവില്ലേ എന്ന് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ചൂടോടുകൂടി അടച്ചു വെക്കാൻ പാടില്ല എന്നുള്ള പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ കേടായിട്ട് വീണ് ചേച്ചി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഫ്രണ്ട്സ്, ഈ മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഉപ്പാ എന്തിനും കുറവുണ്ടെങ്കിൽ പറയും. എരിവുണ്ടെന്ന് എനിക്കറിയാം. ഉപ്പും എരും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നാൻസി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കുറെ പേര് ചോദിക്കുന്നത് ആരാണ് ഈ നാൻസി? നാൻസി എൻ്റെ നൈബറാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും, എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് കൂടാറുണ്ട്. അപ്പോൾ നാൻസി ഇവിടെ ജാനില്ലാത്ത സ്ഥിതിക്കുന്ന നാൻസിയാണ് നമ്മുടെ ടേസ്റ്റർ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ മീൻകറി ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്ന ആരാണ്? നാൻസിക്കാണ്. ചേച്ചി കഴിച്ചിട്ടില്ലെങ്കിലും നാൻസി കഴിച്ച് കറക്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. പുളിയുണ്ട്, ആവശ്യത്തിന് എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ ചാറും കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, പിന്നെ 1 ഗ്ലാസ് നാളികേരപ്പാൽ ഒഴിച്ചിരിക്കുന്നു. അപ്പോൾ എണ്ണയൊക്കെ നല്ല മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ബെസ്റ്റ് മീൻകറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീണാജൻ ഫ്രം CurryWorld. അവസാനം ഞാൻ എത്തി ഒരു വീഡിയോ ആയിട്ട്. ഇന്നൊരു സിമ്പിൾ റെസിപ്പി ചെയ്യാന്ന് വിചാരിക്കുന്നു. ഒരു തൃശ്ശൂർ മീൻകറി. അപ്പൊ നമുക്ക് തുടങ്ങാം.
അതിനു മുന്നേ എനിക്ക് ഓൾ ദി ബെസ്റ്റ് പറയോ. താങ്ക് യു. മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ മീൻ. ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഒരു പൊട്ടിപ്പെണ്ണായിരുന്ന ഞാനിപ്പോ ഇപ്പൊ കുറച്ച് ആൾക്കാരെ അറിയാവുന്ന പൊട്ടിപ്പെണ്ണായി. അറിയോ യൂട്യൂബില് മമ്മൂട്ടി പറയാറുണ്ട്. മമ്മൂട്ടി ആദ്യം പൊട്ടനല്ല അഹങ്കാരി എന്നുള്ള രീതിയില് മമ്മൂട്ടിനെ പറയരുത് കേട്ടോ. ഒരു കാലത്ത് മമ്മൂട്ടിയുടെ വേലക്കാരി ആവുക എന്നതായിരുന്നു വീണയുടെ ലക്ഷ്യം, സ്വപ്നം. ഒരു കാര്യം അറിയോ, ഞാൻ കുഞ്ഞല്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പോസ്റ്റർ അല്ലടാ, ഈ ഞാനേലും വലിയ നക്ഷത്രത്തിലൊക്കെ വരുന്ന ഫോട്ടോ ഒക്കെ തൊട്ടിച്ച് ഞാൻ ആൽബൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു. മനുഷ്യൻ വല്ലതും അറിയുന്നുണ്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ? അത് വേണ്ട, നമ്മുടെ കാര്യമല്ലല്ലോ നമ്മുടെ ഇമ്പോർട്ടന്റ്.